ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് വൈറ്റമിൻ ഡിയെ കുറിച്ചാണ്. വൈറ്റമിൻ ഡിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളെല്ലാം ഹെൽപ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യകമായ ഒന്നാണ്. ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് വൈറ്റമിൻസ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിനുകളിൽ ഒന്നാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. ഇതിന്റെ കുറവ് ശരീരത്തിൽ പലവിധ രോഗസാധ്യതകളിൽ തുടങ്ങി വിഷാദ രോഗത്തിൽ വരെ കാരണമാകുന്നു. നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് വേണ്ടത്ര പോഷകങ്ങൾ ശരീരത്തിന് ലഭിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷണത്തിൽ നിന്നും മാത്രമല്ല, സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ശരീരത്തിന് നേരിട്ട് ലഭിക്കുന്ന ഒരു പോഷകമാണ് വൈറ്റമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ഡിയെ വിളിക്കുന്ന വേറൊരു പേര്. അസ്ഥിവേദനയെ എങ്ങനെ വൈറ്റമിൻ ഡി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അസ്ഥികളുടെ നിർമ്മാണ പ്രക്രിയയുടെ പ്രധാന സോഴ്സാണ് കാൽസ്യം. ഈ കാൽസ്യം അബ്സോർബ് ചെയ്യുന്നതിൽ വൈറ്റമിൻ ഡി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാൽസ്യം കൂടുതൽ അടങ്ങിയ ആഹാരങ്ങൾ, ഉദാഹരണം പാലുൽപ്പന്നങ്ങൾ, കൂടുതൽ കഴിച്ചാൽ പോലും ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണെങ്കിൽ പ്രയോജനം ഉണ്ടാവില്ല. ഇതിന്റെ കുറവ് അസ്ഥികളെയും സന്ധികളെയും അങ്ങേയറ്റം ദുർബലപ്പെടുത്തും. ഈ ഭാഗങ്ങളിൽ വേദന ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ അളവിൽ വേണ്ടത്ര ശ്രദ്ധ നൽകണം. അടുത്ത് നമുക്ക് പറയാനുള്ളത് വിഷാദ രോഗവും വൈറ്റമിൻ ഡിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ഈ വിറ്റമിന് നിങ്ങളുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരാളുടെ ശരീരത്തിൽ വിഷാദവും നിരാശയും ഉണ്ടാക്കുന്നു എന്ന് പഠനം പറയുന്നു. പ്രത്യേകിച്ച് പ്രായമായവരിലാണ് ഇതിന്റെ സാധ്യത കൂടുതലുള്ളത്. വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നത് ഒരു സഹായമായിരിക്കും. പ്രതിരോധ ശേഷി കുറയുന്നതും വൈറ്റമിൻ ഡിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഒന്നാണ്. അണുബാധകൾക്കും രോഗങ്ങൾക്കും എതിരെ പോരാടാൻ കഴിവുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഈ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി പെട്ടെന്ന് തന്നെ ഒരാളെ രോഗിയാക്കി മാറ്റാം. ചെറിയ ജലദോഷം, പനി പിന്നീട് വലിയ രോഗമായി മാറാറുണ്ട്. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മാറാനിടയാകും. അടുത്ത് നമുക്ക് പറയാനുള്ളത് ക്ഷീണവും വൈറ്റമിൻ ഡിയും തമ്മിലുള്ള ബന്ധമാണ്. നന്നായി ഉറങ്ങുകയും നന്നായി വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ക്ഷീണത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ സാധിക്കും. ഈ ഒരു ക്ഷീണത്തിന് കാരണം വൈറ്റമിൻ ഡിയുടെ കുറവാണ്. ഇത് ആദ്യഘട്ടത്തിലെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കും. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വൈറ്റമിൻ ഡി ശരീരത്തിന് അത്യാവശ്യമാണ്. അടുത്ത നമുക്ക് മുടി കൊഴിച്ചിലും വൈറ്റമിൻ ഡിയും തമ്മിലുള്ള ബന്ധം നോക്കാം. സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒന്നാണ് തലമുടി. മുടി കൊഴിച്ചിൽ അമിതമാകുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഒരാളുടെ ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിൽ വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യം ഏറെയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം. പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ ദിവസം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സൂര്യപ്രകാശം കൊള്ളാൻ ശ്രദ്ധിക്കുക. വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.